പേജിൻ്റെ പേര് കൊച്ചിൻ ഫുഡ് ഡയറീസ്. കൊച്ചിൻ വിത്ത് എ സി, കൊച്ചിൻ ഫുഡ് ഡയറീസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ക്രോസ് റോഡ്സ് റെസ്റ്റോ കഫേയിലെ ക്ലാസിക് ചിക്കൻ ഷവർമയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല മട്ടൻ ചാപ്സും പൊറോട്ടയും ആയാലോ. ഈ അസാധ്യ കോമ്പിനേഷൻ കിട്ടുന്നത് നമ്മുടെ മോട്ടോയുടെ പാരീസ് ഹോട്ടലിലാണ്. ഇത് നമ്മുടെ ഹോൾ മീറ്റ് ബീഫ് ഷവർമ ഫ്രം അൽത്തസ. നമ്മുടെ കൊച്ചിയുടെ സ്വന്തം ലുലു മോളിലെ ഫുഡ് കോർട്ടിൽ പുതിയതായിട്ട് കോട്ടോസ് ലാക്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോൾ ഓപ്പൺ ആയിട്ടുണ്ട്. If you ask me what is my biggest dream in life, I would say to try all kind of cuisines. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സദർലാൻഡ് ഗ്ലോബൽ സർവീസസ്, കറൻ്റ്ലി വർക്കിംഗ് അവിടെ തന്നെയാണ്, കാക്കനാട്. അവിടെ വർക്കിംഗ് ആസ് എൻ അസോസിയേറ്റ് മാനേജർ. സോ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഐ ഗോട്ട് ആൻ ഐഡിയ ടു സ്റ്റാർട്ട് എ പേജ്. ആൻ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ യൂസ് ടു ലവ് ഫുഡ്. പണ്ട് തൊട്ടേ ഫുഡ് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. സോ ആൻഡ് ആ സമയത്ത് ഈ കൊച്ചി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വാസ് റിയലി ആക്റ്റീവ്. And I drew inspiration from there. So we thought, okay, why can't we start this page? So അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അരുൺ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്, ഞങ്ങൾ കോ-അഡ്മിനാണ്. സോ ഞങ്ങൾ രണ്ടുപേരോട് കൂടി ബാക്ക് ഇൻ 2017 ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്താണ് പേജ്. ആൻഡ് നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ഫുഡുകൾ, വൈ കാണ്ട് വി മേക്ക് അതർ പീപ്പിൾ ഓൾസോ ഗെറ്റ് ടു നോ അബൌട്ട് ഇറ്റ്. സോ ബേസിക്കലി കൊച്ചിക്ക് അകത്ത് തന്നെയുള്ള അധികം ഫേമസ് അല്ലാത്തതും അങ്ങനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തതുമായ ഫുഡ് സ്പോട്ട്സ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് കൊച്ചിൻ ഫുഡ് ഡയറീസ് എന്ന് പറഞ്ഞ പേജ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടേസ്റ്റ് ഓഫ് അമ്മ എന്ന് പറയുന്ന ഒരു ഹോം ഷെഫിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ട്രൈ ചെയ്ത ഇറച്ചിച്ചോറാണ്. നല്ലൊരു വെള്ളിയാഴ്ചയായിട്ടൊരു നിധി ആയാലോ, എന്തു പറയുന്നു? ഇതാണ് നിധി പൊറോട്ട. ആ സമയത്ത് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആൻഡ് റെസ്പോൺസ് വാസ് റിയലി ഗുഡ്. മോട്ടീവ് ഇസ് ലൈക്ക് സ്പ്രെഡിങ് അവർ ലവ് ഫോർ ഫുഡ് ടു എവരി വൺ. അതായിരുന്നു മേജർ മോട്ടീവ്. ലൈക്ക് ബോത്ത് ഓഫ് us, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഫൈൻഡിങ് ന്യൂ പ്ലേസസ് ടു ഈറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ഓൾവേസ് ലുക്ക് ഫോർവേഡ് ടു. നോൺ വെജ് ഫുഡ്സാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുക. കൊച്ചിയിൽ ഓൾമോസ്റ്റ് അറിയപ്പെടുന്ന എല്ലാ നാടൻ ഊണ് ഭക്ഷണശാലകളും, മീൻ വറുത്ത് കിട്ടുന്ന ഭക്ഷണശാലകളും ഞങ്ങൾ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി വി ലുക്ക് ഫോർവേഡ് ടു ലഞ്ച് പ്ലേസസ് ഇൻ കൊച്ചി മോസ്റ്റ്ലി. We both don't usually show our faces on camera. It's just the food that we are focusing on. So they don't know like I am the admin or I run the page. And even in my office, I have heard people talking about my page without knowing that I am the owner of the page. So that brings real happiness. ഞങ്ങൾക്ക് രണ്ടുപേരും ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ രണ്ടുപേരും എഴുതാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ ലൈക്ക് what we basically started it was like a blog. നമ്മൾ കഴിച്ച ഫുഡിനെ കുറിച്ച് നമുക്കുള്ള ഐഡിയാസ് ആൻഡ് ഹൗ വി ക്യാൻ യൂസ് അവർ റൈറ്റിംഗ് സ്കിൽസ് ടു പുട്ട് ഇറ്റ് അക്രോസ് ടു അതർ പീപ്പിൾ. ആ പ്ലാനിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ദി വേ ദാറ്റ് വി പ്രസൻറ്റഡ് ദ ഫുഡ് ആൻഡ് ദ വേ ദാറ്റ് വി റോട്ട് അബൌട്ട് ഇറ്റ്, പീപ്പിൾ ടുക്ക് ഇറ്റ് റിയലി വെൽ. ആൻഡ് വി ഗോട്ട് റിയലി ലോട്ട് ഓഫ് പോസിറ്റീവ് കമൻറ്റ്സ് ആൻഡ് ഫീഡ്ബാക്ക് ഫ്രം ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ഫ്രം ഓൾസോ ഫ്രം അവർ ഫോളോവേഴ്സ് ഇൻ ഇൻസ്റ്റഗ്രാം. സോ അവിടെ നിന്നാണ് ലൈക്ക് ആഫ്റ്റർ ദാറ്റ് വി സ്വിച്ച് ടു ഫേസ്ബുക്ക് ആൻഡ് നൗ വി ആർ ഓൾസോ ഓൺ യൂട്യൂബ്. ദാറ്റ് ഈസ് ഹൗ വി came up with this thing. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന അതേ സാധനങ്ങൾ തന്നെ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ലൈക്ക് വി ഡോണ്ട് ഗിവ് മച്ച് എഫേർട്ട് ഇൻ ടു ഫേസ്ബുക്ക്. വി ഡു നോട്ട് എക്സ്പെക്ട് എനി ഇൻകം ഓർ എനിത്തിങ് ഫ്രം ഇൻസ്റ്റാഗ്രാം. ബട്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻകം, ലൈക്ക് ഇൻ സോഷ്യൽ മീഡിയ, ദി ബെസ്റ്റ് ഓപ്ഷൻ വുഡ് ബി ഓൾവേസ് യൂട്യൂബ്. യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ലൈക്ക് വി വുഡ് ബി പ്ലാനിങ് ടു ഫോക്കസ് മോർ ഓൺ ടു യൂട്യൂബ് ഇൻ ദ കമ്മിങ്, ഐ മീൻ ബൈ ഗോഡ്സ് ഗ്രേസ് ഇഫ് പോസിബിൾ ഇൻ 2021. വി ആർ ക്ലോസ് ടു 25K ഇൻ ഇൻസ്റ്റാഗ്രാം. ഒരിക്കലും when we started we never expected that we'll get here. ആദ്യം we got to a 4K 5K mark in a very quick time span, and after that like I shifted to Bangalore and Arun, my friend, shifted to Chennai. So കൊച്ചിൻ ഫുഡ് ഡയറീസ് എന്നുള്ളൊരു പേരിൽ ബാംഗ്ലൂർ ആൻഡ് ചെന്നൈയിലെ ഫുഡ് വരാമെന്ന് പറഞ്ഞപ്പം the response got like people started saying you should change your page name. അപ്പം ഞങ്ങൾ എപ്പോഴും കൊടുക്കാറുള്ള റെസ്പോൺസ് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ മാറ്റർ വേർ വി ആർ, അവർ ഹാർട്ട് ലൈസ് ഇൻ കൊച്ചിൻ. സോ വി സ്റ്റക്ക് വിത്ത് ദ പേജ് നെയിം ആൻഡ് ലൈക്ക് 2019 I shifted back to Cochin. So after that once I came back to Cochin and once we started posting again for things from Cochin, like the feedback again was enormous. Like within a span of 1 year we almost grew like 20K. We as a family from 5K to 20K within a span of 1 year and growing. I would say like if you are a new blogger coming on Instagram, always go for organic growth, because normally paid ആയിട്ടുള്ള paid promotion ചെയ്ത് ഫോളോവേഴ്സിനെ ഗെയിൻ ചെയ്താൽ like that's temporary growth. അത് the people might be following you for like 1 or 2 months and after that they'll unfollow you and go. But organic ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ they basically like
they like your content. So they come to you and they watch your videos, they watch your photos, they comment and they like. So that will continue till the time that we are running that page. Always stay true to your work. So like if you are sticking Instagram, if you are sticking to a pattern, stick on to that same pattern. നമ്മൾ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് after that if we are getting some paid promotion from someone to promote some other content, don't go for that. Like if you might get paid for one work that you're doing, but the whole idea behind what you started is getting lost there. So നമ്മൾ എന്തിനാണോ സ്റ്റാർട്ട് ചെയ്ത് stay true to yourself and to your work. And the growth will automatically come. സാധാരണ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് പേജുകൾ എന്ന് പറഞ്ഞാൽ പീപ്പിൾ സ്റ്റാർട്ടപ്പ് എ പേജ് 2-3 months they post things. അത് കഴിയുമ്പോഴത്തേന് 2-3 മാസം കഴിയുമ്പോഴത്തേന് they are not getting growth, they are not getting followers, they feel disheartened, അവർ നിർത്തും. I would say like be persistent, continue what you're doing, continue what you love to do, continue doing that and the growth will come automatically. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആണ്, ഗ്രോത്ത് ഇസ് സ്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറയുകയാണെങ്കിൽ as of right now, I would say do more videos. If you are possible, if you are capable of doing more videos, കൂടുതൽ videos ചെയ്യുക, voice over videos ചെയ്യുക. Like the amount of reach and growth that you get on voice over videos is too much on Instagram right now. പിന്നെ ഫോട്ടോസ് ആണെങ്കിൽ പോലും make sure your photos are well lit and ഏറ്റവും കൂടുതൽ പറ്റുന്നത് നാച്ചുറൽ ലൈറ്റിങ്ങിൽ തന്നെ ഫോട്ടോസ് എടുക്കാൻ നോക്കുക. നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലാഷ് ഇട്ടിട്ടോ എടുക്കുന്നതിൽ ഏറ്റവും നല്ലത് നാച്ചുറൽ ലൈറ്റിങ്ങിൽ തന്നെ എടുക്കാൻ. ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ്, ഇഫ് ഇറ്റ് ഇസ് എ വീഡിയോ പോസ്റ്റ്, ദ മേജർ കണ്ടന്റ് ഐ വുഡ് സേ വുഡ് ബി ദ കവർ ഓഫ് യുവർ പോസ്റ്റ്. ഇഫ് യു ആർ സ്ക്രോളിംഗ് ത്രൂ യുവർ ഫീഡ്, ആ കവർ കണ്ടു കഴിഞ്ഞാൽ പീപ്പിൾ ഷുഡ് ആക്ച്വലി വാച്ച് ഇറ്റ്. പിന്നെ സെക്കൻഡ് തിങ് ഐ വുഡ് സേ ഇസ് വോയിസ് ഓവർ. നമ്മളിപ്പോൾ വോയിസ് ഓവർ വീഡിയോസ് ആണ് ചെയ്യുന്നതെങ്കിൽ ദ വോയിസ് ഓവർ ഷുഡ് ബി ക്യാച്ചി ഇനഫ് ടു മേക്ക് സമ്മൺ സിറ്റ് ആൻഡ് ലിസൺ ടു വാട്ട് യു ആർ സെയിങ്. പിന്നെ വീഡിയോ സ്റ്റെബിലിറ്റി, ക്ലാരിറ്റി ഞാൻ അത്രയ്ക്ക് വരില്ല, വീഡിയോ സ്റ്റെബിലിറ്റി, ലൈക്ക് ഹൗ സ്റ്റേബിൾ യുവർ ക്യാമറ ഇസ്. And if it is a photo that you are putting up, and photoയിൽ ഞാൻ പറയുകയാണെങ്കിൽ like the lighting, the most important part is the lighting. Always try to use natural lighting instead of artificial lighting. In Instagram complete ഇത് നടക്കുന്ന ഹാഷ്ടാഗ്സിലാണ്. So plan your hashtags, if possible create your own unique hashtag. അത് നിങ്ങളുടെ ഒരു യുണീക്ക് ഹാഷ്ടാഗ്, if people start following that, the amount of reach that will get you is enormous. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കണ്ടൻറ്റിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വേൾഡ് വൈഡിലുള്ള ഏറ്റവും ട്രെൻഡിങ് ഹാഷ്ടാഗ്സ് ഏതാണ്, ഫോളോ ദാറ്റ്. ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ അതർ ദാൻ യുവർ ഫോളോവേഴ്സ്, യുവർ കണ്ടൻറ്റ് ഗെറ്റ്സ് റീച്ച് ടു മോർ പീപ്പിൾ ത്രൂ ഹാഷ്ടാഗ്സ്. സോ ഓൾവേസ് ചൂസ് യുവർ ഹാഷ്ടാഗ്സ് വൈസ്ലി. കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, ലൈക്ക് ഹാർഡ്ലി 15 or 10 minutes എടുക്കുള്ളൂ അതൊന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഗൂഗിൾ സെർച്ച് ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗ്സ് ഏതാണ്, ആ ഹാഷ്ടാഗ്സ് യൂസ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക. ലൈക്ക് ദ ഗ്രോത്ത് വിൽ കം ഓട്ടോമാറ്റിക്കലി. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും ബേസിക് എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് ടു യുവർ പാറ്റേൺ. നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഡീവിയേറ്റ് ചെയ്താൽ, ഇഫ് ഇൻസ്റ്റാഗ്രാം ഫീൽസ് ദാറ്റ് വി ആർ ഡീവിയേറ്റിംഗ് ഫ്രം വാട്ട് വി ആർ ഡൂയിങ്, ഓർ ഇഫ് അവർ ഓഡിയൻസ് ഫീൽസ് ദാറ്റ് വി ആർ ഡീവിയേറ്റിംഗ് ഫ്രം വാട്ട് വി ആർ ഡൂയിങ്, ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു ഹിറ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ബാംഗ്ലൂർ പോയി പേജിൻ്റെ ഗ്രോത്ത് അവിടെ ഹിൻഡർ ആയിപ്പോയത്. ലൈക്ക് stay true to yourself and the growth will automatically come. Instagram does not give you like direct, they don't have a monetization option. പക്ഷേ we will get clients, റെസ്റ്റോറൻറ്റ്സ് ആണെപ്പോലും അതില്ലെങ്കിൽ അതർ ക്ലയൻറ്റ്സ് ലൈക്ക് മാർക്കറ്റിംഗ് ഏജൻസീസ് ആണെപ്പോലും നമ്മളെ കോൺടാക്ട് ചെയ്യും. once you reach a certain number of followers or something, like, or they feel that your content is good, അങ്ങനെയാണെങ്കിൽ they'll get in touch with us and they'll speak to us about paid promotions. അവർ റെസ്റ്റോറൻറ്റ് പ്രൊമോട്ട് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ അവർ ഏതെങ്കിലും ഡിഷ് പ്രൊമോട്ട് ചെയ്യാനായിരിക്കും. നമ്മൾ പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യുമ്പോഴാണ് പോലും സംതിങ് വി ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ഇസ്, നമ്മൾ റെസ്റ്റോറൻറ്റ് ആദ്യമേ നമ്മുടെ പെയ്ഡ് പ്രൊമോഷനെ കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവരോട് പറയും, ലൈക്ക് ഇഫ് ദ ഫുഡ് ഈസ് നോട്ട് ഗുഡ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണെങ്കിൽ വി വിൽ നോട്ട് ഗോ അഹെഡ് ആൻഡ് പോസ്റ്റ് അബൌട്ട് ദാറ്റ് ഫുഡ്. ഫുഡ് കൊള്ളില്ല എന്നുള്ളത് നമ്മുടെ ഓഡിയൻസിന് കൊള്ളില്ലാത്ത ഫുഡ് എത്തിക്കുന്നത് ഇറ്റ്സ് നോട്ട് ആൻ എത്തിക്കൽ പ്രാക്ടീസ്. സോ അവരുടെ ആദ്യമേ കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവരോട് പറയും, വി വിൽ ഇഫ് ദ ഫുഡ് ഈസ് നോട്ട് ഗുഡ് വി വിൽ നോട്ട് പോസ്റ്റ് അബൌട്ട് ഇറ്റ് ആൻഡ് വിൽ ഗോ അഹെഡ് ആൻഡ് റീഫണ്ട് ദ മണി ടു ദം. There are chances of earning money from Instagram, not directly from Instagram, through Instagram I would say. Wherein YouTube, if your content is good, if you have a certain number of followers and if you have certain number of watch time on your videos, അതിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ്സ് കിട്ടിയിരിക്കും, യൂട്യൂബിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ്സ് കിട്ടും. But in Instagram there's nothing like that. Lot of food bloggers, lot of my influencers,
എല്ലാവർക്കും they are getting paid promotions. Even we have done. We are getting paid promotions, we do paid promotions, but again, that is not a guaranteed thing. Right now, what I'm doing is I'm managing my own profession with this. And even my friend who's the co-admin, he's also working and he's also doing this simultaneously. Social media is something that can be taken up as a full-time profession as well. And if you are putting your effort into it, and I can guarantee you will be getting your returns. If you are a public figure, people will start to recognize you. That is something like a big thing for me. I wouldn't say like if you are a starting Instagram page owner or a YouTuber, I wouldn't say like quit your other job and go into this. But start slow, stabilize it with your other job, and if you feel that you can do better than your other job, if you're more satisfied than your other work with this, then I would say obviously go ahead. I live my life almost like on a principle, live as if there is no tomorrow. So based on that, I would say if you feel something, go ahead and do it. കാരണം നാളെ there is no use of regretting. What if I would have done that? What would have come out if I would have done that? അങ്ങനെ ഒരു ചിന്തിക്കേണ്ട ആവശ്യം വരുന്നതിലും ഭേദം like go ahead, do it and see whether it works out or not. If it is not working out, it's a learning curve for you. ഞാൻ back in 2017 ഒരു ഓവർനൈറ്റ് എനിക്ക് വന്നൊരു ഐഡിയ പേജ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ലൈക്ക് വിത്തിൻ എ സ്പാൻ ഓഫ് ലൈക്ക് 2 hours I decided I am going to start this page. I started the page up, and at that time Instagram was not such a huge hit in Kerala. So I thought, okay, let's try it out, and it clicked for me, it worked for me. So until and unless you try it out, you will never know whether it's going to work or not. കാണുന്ന ആൾക്കാരോട് ഞാൻ ഇപ്പോൾ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ സെയിം തിങ്. ഇഫ് യു വാണ്ട് ടു ഡു സംതിങ്, ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് അപ്പ് ആൻ ഇൻസ്റ്റാഗ്രാം പേജ്, ഗോ അഹെഡ് സ്റ്റാർട്ട് ഇറ്റ് അപ്പ്. ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് അപ്പ് എ യൂട്യൂബ് പേജ്, ഗോ അഹെഡ് ആൻഡ് സ്റ്റാർട്ട് ഇറ്റ് അപ്പ്. ബിക്കോസ് ദർ ഇസ് നോബഡി സ്റ്റോപ്പിംഗ് യു ബട്ട് യു. സോ convince your mind that okay, I can do it. Let me see what happens if I do it. If it works out, well and good. If it doesn't, then also it's well and good. It's a new experience for you. That's it. If you are looking into a business from Instagram, അതിനുള്ള ഓപ്ഷൻസ് എന്തായാലും ഉണ്ട്. ലൈക്ക് ഇഫ് നിങ്ങളുടെ പേജിന് ഒരു സർട്ടൺ ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ യു ക്യാൻ ഫിക്സ് എ റേറ്റ്. ഇപ്പം ഹൗ മച്ച് യു ആർ ഗോയിങ് ടു ചാർജ് ഫോർ എ പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ളത് യു ക്യാൻ ഫിക്സ് ദാറ്റ് റേറ്റ്. ആൻഡ് അതിൻ്റെ അകത്ത് പീപ്പിൾ കം ആൻഡ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. ലൈക്ക് മാർക്കറ്റിംഗ് ഏജൻസീസ് ആണെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും ദേ കം ആൻഡ് ടച്ച് വിത്ത് യു. ആൻഡ് ഈ റേറ്റാണ് നമ്മുടെ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ദേ will be willing to do that if the rate is reasonable, first thing, and if they feel that they will get an outcome from what they are investing in. Adinanusarichu if you are planning ahead and putting up rates for paid promotions, obviously you will be getting paid promotions from Instagram. But as I said again, Instagram in the direct payments ആരും പ്രതീക്ഷിക്കണ്ട. It is all about how you market what you do. If you are looking to make Instagram a business model, it's a very good platform actually. So if a lot of home bakers are coming in Cochin and as well as complete India over Instagram right now. So home bakersനാണെങ്കിൽ പോലും അവരുടെ സാധനങ്ങൾ സെല് ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. ആൻഡ് ഫോർ ലൈക്ക് ഫുഡ് ബ്ലോഗേഴ്സ് ഓർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇഫ് യുവർ കണ്ടന്റ് ഈസ് ഗുഡ്, then obviously people will approach you for paid promotions.